അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിൽ വിശുദ്ധവാരത്തോടനുബന്ധിച്ചുള്ള തീർത്ഥാടനത്തിന് പ്രാർത്ഥനാ ശുശ്രൂഷകളോടെ തുടക്കമായി. വൈസ് റെക്ടർ ഫാദർ ജോസ് ഉള്ളക്കാട്ടിലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ശേഷം ആയിരക്കണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴി ചൊല്ലി മലകയറി. ഏപ്രിൽ 12-ന് പ്രധാന തിരുനാളും 19-ന് എട്ടാമിടവും നടക്കുവാനിരിക്കെ തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് മലമുകളിൽ ഒരുക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിൽ വിശുദ്ധവാരത്തോടനുബന്ധിച്ചുള്ള തീർത്ഥാടനത്തിന് തുടക്കമായി. 22-ന് രാവിലെ 7-ന് മലയടിവാരത്തെ മാർ തോമസ് ലീഹായുടെ രൂപത്തിനു മുന്നിൽ നടന്ന സവിശേഷമായ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കുരിശുമുടി വൈസ് റെക്ടറും മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരിയുമായ ഫാദർ ജോസ് ഒഴലക്കാട്ട് കാർമ്മികത്വം വഹിച്ചു. മലയാറ്റൂർ മഹാ ഇടവകയുടെ കീഴിലുള്ള മലയാറ്റൂർ, വിമലഗിരി, സെബിയൂർ, ഇല്ലിത്തോട് എന്നീ ഇടവകകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികളാണ് കുരിശിന്റെ വഴി ചൊല്ലി ആദ്യ സംഘമായി മല കയറിയത്. യേശുവിന്റെ പീഡാനുഭവ സ്മരണകൾ ഉണർത്തി കുരിശു ചുമന്ന വേഷധാരികളും വൈദികരും തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി. MLA റോജി എം ജോൺ, സെബിയൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ഷെറിൻ പുത്തൻപുരയ്ക്കൽ, വിമലഗിരി പരിശുദ്ധ അമലോത്ഭവ മാതാ പള്ളി വികാരി ഫാദർ പോൾ പടയാട്ടി, ഇല്ലിത്തോട് തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ ജോൺസൺ വല്ലൂരാൻ, കുരിശുമുടി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ആന്റണി നടുവത്തുശ്ശേരി, മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി സഹവികാരി ഫാദർ ആൽബിൻ വെള്ളാനിയിൽ, കൈക്കാരന്മാരായ ടിനു തറയിൽ, ജോർലി ഈരത്തര, ആബേൽ കപ്പ്യാരികുടി, വൈസ് ചെയർമാൻ സാബു ചെല്ലാമ്പുറം തുടങ്ങിയവർ മലകയറ്റത്തിന് നേതൃത്വം നൽകി. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള മലയാറ്റൂർ കുരിശുമുടിയിലെ ഈ വർഷത്തെ തീർത്ഥാടനം ആരംഭിച്ചിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ ഭക്തജനങ്ങൾ മലയാറ്റൂർ മല കയറി തുടങ്ങി. നമ്മൾ ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ, പല നാടുകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവർക്കൊക്കെ വളരെ സൗകര്യപൂർവ്വം മല കയറി പ്രാർത്ഥനകൾ പങ്കെടുത്ത്, കുർബാനയിൽ പങ്കെടുത്ത് ഒക്കെ പോകുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇടവകയുടെയും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ എല്ലാ വർഷവും ഒരുക്കുന്നുണ്ട്. ഇത്തവണയും അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാവർക്കും മലയാറ്റൂർ തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും. തീർത്ഥാടന കാലയളവിൽ വിശ്വാസികൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ 4:30 മുതൽ രാത്രി 10 മണി വരെയും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ 24 മണിക്കൂറും വിശ്വാസികൾക്ക് മല കയറാവുന്നതാണ്. കുരിശുമുടി പള്ളിയിൽ നിശ്ചിത സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. ഏപ്രിൽ 12-നാണ് ഈ വർഷത്തെ പ്രധാന തിരുനാൾ ആഘോഷിക്കുന്നത്. സ്പർശനമേറ്റ പുണ്യഭൂമിയായ മലയാറ്റൂർ തീർത്ഥാടനം നോമ്പുകാലം ആരംഭിച്ചതോടുകൂടി ഇന്ന് ഔദ്യോഗികമായി മലയാറ്റൂർ മഹാ ഇടവക മലകയറി ആരംഭം കുറിച്ചിരിക്കുകയാണ്. നോമ്പ് കാലഘട്ടത്തിൽ വളരെ പ്രത്യേകമായ ദിവ്യബലി അർപ്പണവും മറ്റു പ്രാർത്ഥനാ ശുശ്രൂഷകളും ആരാധനാക്രമങ്ങളും തീർത്ഥാടകർക്ക് വേണ്ടി മലമുകളിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മല സുഖമായി കയറുന്നതിന് വേണ്ട ആവശ്യമായ സജ്ജീകരണങ്ങൾ, കുടിവെള്ളം, മറ്റ് അവശ്യ വസ്തുക്കൾ എല്ലാം തന്നെ മല കയറുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി മലയാറ്റൂർ മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീർത്ഥാടനം കൂടുതൽ അനുഗ്രഹീതമാക്കാൻ മാർ തോമസ് ലീഹായുടെ മാധ്യസ്ഥം തേടി കൂടുതൽ ചൈതന്യമുള്ളവരാകുവാൻ ഈ തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, കാലടി. ശരിക്കും രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.